അന്ന് കാനായിലെ വിവാഹ വീട്ടിൽ വെച്ച് കൽഭരണികളിൽ നിറഞ്ഞു തുളുമ്പിയ പച്ചവെള്ളം വീഞ്ഞാക്കി മാറ്റിയ യേശുനാഥൻ ആ കുടുംബത്തിൽ സ്വർഗീയ ആനന്ദത്തിൻ്റെ ലഹരി പകർന്നു നൽകി. ഇന്ന് ലോകത്തിൻ്റെ ലഹരി തേടി ജീവിത വ്യഗ്രതയോടെ അലയുന്ന വ്യക്തിജീവിതങ്ങളും കുടുംബങ്ങളും. ലഹരിയിൽ മുങ്ങി ജീവിതത്തിൻ്റെ വർണ്ണങ്ങൾ നഷ്ടപ്പെട്ടു പോയ അനേകം വ്യക്തികൾ. പ്രിയമുള്ളവരുടെ കണ്ണുനീരിൻ്റെയും പ്രാർത്ഥനയുടെയും ഫലമായി അവരിൽ ചിലർ ഉയിർത്തെഴുന്നേറ്റു. വീണ്ടും വർണ്ണങ്ങൾ വിരിയിച്ച് ആ ജീവിതങ്ങൾ ഇതാ നമ്മുടെ മുമ്പിൽ. എൻ്റെ പേര് KP ജോസഫ്. സ്നേഹമുള്ളവരെന്നെ കുഞ്ഞേട്ടൻ എന്നാണ് വിളിക്കുന്നത്. പാലാ രൂപത മുണ്ടാങ്കൽ ഇടവാങ്ങിയാണ് ഞാൻ. വളരെ ചെറുപ്പം തൊട്ട് മദ്യത്തിൻ്റെ അടിമയായിരുന്നു. ഒറ്റവാക്കിൽ പറഞ്ഞാൽ എൻ്റെ കുടുംബം ഒരു ഉപഷാപ്പെന്ന് വേണേൽ പറയാം. എന്ന് പറഞ്ഞാൽ അപ്പനും അമ്മയും 4 ജ്യേഷ്ഠാനിമാരെല്ലാവരും മദ്യപിക്കുന്നവരാണ്. അങ്ങനെയുള്ളൊരു താമസിക്കുന്ന വീട് ഒരു ഉപഷാപ്പാണ്. അങ്ങനെ അവരെ മൂത്തവരെല്ലാം മദ്യപിക്കുമായിരുന്നു. ചാച്ചനും അമ്മയും നല്ല കർഷക തൊഴിലാളികളായിരുന്നു. അപ്പോൾ ചാച്ചൻ പണിയാൻ പോകുമ്പോൾ അമ്മയും കൂട്ടിക്കൊണ്ട് പോകും. അങ്ങനെ അമ്മയും മദ്യപിക്കുമായിരുന്നു. അല്ല കള്ളപ്പാനങ്ങളൊക്കെ കുടിക്കുക. അമ്മ അങ്ങനെയായിരുന്നു. അപ്പോൾ അറിവായവരെല്ലാം മദ്യപിക്കും ജോലി ചെയ്ത് കാശ് കിട്ടാൻ തുടങ്ങിയപ്പം. അപ്പം ഞാനും പണിയെടുത്ത് അറിവായി പൈസ കിട്ടാറായപ്പോൾ ഞാനും മദ്യപിക്കാൻ തുടങ്ങി. അവരൊക്കെ കുടിച്ചുകൊണ്ട് ഞാൻ കുടിയനായെന്നല്ല. അവരൊക്കെ പനങ്ങളൊക്കെ കുടിച്ചപ്പോൾ ഞാൻ കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു നല്ല കുടികാരനായി. ചാരായവും ബ്രാൻഡിയൊക്കെ ആയിരുന്നു എൻ്റെ ഇഷ്ടപ്പെട്ട. ചാരായമൊക്കെ ഞാൻ കുടിച്ച് ബോധമില്ലാതെ കിടന്നിട്ടുണ്ട്. കപ്പിനൊക്കെ മുക്കി ചാരായം കുടിച്ചിട്ടുണ്ട്. അതുപോലെ കുടിക്കുമായിരുന്നു. അതുപോലെ കിട്ടുന്ന പൈസ മുഴുവൻ തന്നെ മദ്യത്തിനും എൻ്റെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ഞാൻ. അതുപോലെ മദ്യത്തിന് അടിമയായി. ഒരു ദിവസം പറഞ്ഞാൽ മദ്യപിച്ചില്ലെങ്കിൽ എനിക്ക് എൻ്റെ അടുത്ത് എൻ്റെ പ്രിയപ്പെട്ട പിള്ളേർ വരുന്ന പോലും എനിക്ക് ഇഷ്ടമല്ല. അത്രമാത്രം ഇതായിരുന്നു, അതിന് അഡിക്റ്റായി. അങ്ങനെ ആ സമയത്ത് ഞാനിവിടെ ഒരു കോൺവെൻറ്റിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്, കർമ്മലിത്ത സഭയുടെ. അവരെന്നെ ഒരുപാട് ഉപദേശിക്കുകയും പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊക്കെ നിരന്തരം എന്നോട് പറയും. ഞാൻ അവരോട് പോകാമെന്നൊക്കെ പറയെങ്കിലും ഞാൻ പള്ളിയിൽ പോവുകയോ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയൊന്നും ചെയ്യാറില്ല. എങ്കിലും അവിടുത്തെ സിസ്റ്റേഴ്സ് എന്നെ കരുതുന്നവരായിരുന്നു. ഒരു അമ്മ എന്ന് വിളിക്കുന്ന പോലെ തന്നെ അവർ ഒരു അമ്മയുടെ വാത്സല്യത്തോടെ എന്നെ കരുതുകയും എൻ്റെ ഈ നാശത്തിലുള്ള പോക്കുകൊണ്ട് ഒത്തിരി വേദനിക്കുന്നവരായിരുന്നു. ഒരിക്കലും ഒരു സിസ്റ്റർ ഞാൻ ജോലിക്ക് ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ഇന്നലെ രാത്രിയിൽ ചാപ്പലിൽ പോയി 1 മണി രാത്രി കൈ വിരിച്ച് പിടിച്ച് നിനക്ക് വേണ്ടി കൊന്തയിൽ കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുകയായിരുന്നു. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? അപ്പോൾ എനിക്ക് അവരോട് അത്ര സ്വാതന്ത്ര്യം ഉണ്ടോയെന്ന് ഞാൻ പറഞ്ഞു, അല്ല പ്രാർത്ഥിച്ചു, അതിനാണല്ലോ നിങ്ങൾ ഈ കുപ്പായമൊക്കെ ഇട്ടുകൊണ്ട് വന്നിരിക്കുന്നത്. അങ്ങനെ എന്നെ സ്നേഹിക്കുക, എൻ്റെ നന്മ ആഗ്രഹിക്കുന്നവരെ വേദനിപ്പിക്കുക, മുറിപ്പെടുത്തി ചെയ്യുന്നൊരു സ്വഭാവമായിരുന്നു. അങ്ങനെ കടന്നുപോയി. പിന്നീട് 92
പാലായിൽ നായ്ക്കുമുറവച്ചൻ്റെ ബൈബിൾ കൺവെൻഷൻ നടക്കുമ്പോൾ ഈ സിസ്റ്റേഴ്സ് തന്നെ എന്നെ നിർബന്ധിച്ച് അതിനെ പ്രേരിപ്പിച്ച് വിട്ടത്. ഞാൻ ഒരുപാട് ഒഴിവൊഴി പറഞ്ഞു. എങ്കിലും അവർ തന്നെ എന്നോട് പറഞ്ഞു, നീ പൊയ്ക്കോ, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളാം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വീട്ടിലെ ചിലവിനുള്ള പൈസയൊക്കെ തന്ന് എന്നെ കൺവെൻഷൻ കൂടാൻ വിട്ടു. പാലാ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്ന 5 ദിവസത്തെ ആ ബൈബിൾ കൺവെൻഷൻ ഒരു 2 ലക്ഷത്തോളം ആളുകൾ കൂടി ഒരു വലിയ കൺവെൻഷനാണ്. ആ സ്റ്റേഡിയമൊക്കെ നിറഞ്ഞിട്ട് അപ്പുറം ആ പുഴയ്ക്കക്കരെയുള്ള പറമ്പിക്കൂടെയൊക്കെ ബോക്സൊക്കെ വെച്ച് ആൾക്കാർ അവിടെ ഇരുന്ന് അത്രമാത്രം വലിയൊരു കൺവെൻഷനായിരുന്നു. ഞാൻ ആ കൺവെൻഷനിൽ പങ്കെടുക്കുന്ന പോലും രാവിലെ പോയി ഒരു 2 കുപ്പി കുടിച്ചിട്ടാണ്. തൊട്ടടുത്ത് ഈ കൺവെൻഷൻ നടക്കുന്ന ഗ്രൗണ്ടിൻ്റെ തൊട്ടടുത്ത് മദ്യഷാപ്പുണ്ട്. അവിടെ പോയി 2 കുപ്പി കുടിക്കും. എന്നിട്ട് ഈ ഗ്രൗണ്ടിൽ കയറി ഇങ്ങനെ നടക്കും. അപ്പോൾ അവിടെ ഒരു സ്വസ്ഥതയില്ല. ഇവിടെ ഇരുന്നാൽ കേൾക്കത്തില്ല, അപ്പുറം ഇരിക്കാം. അങ്ങനെ 5 ദിവസം ഞാൻ ആ ഗ്രൗണ്ടിന് ചുറ്റിയടി നടന്നു. എനിക്കൊന്നും ശ്രദ്ധിക്കാനോ കേൾക്കാനോ പറ്റിയില്ല. അപ്പോൾ ഈ വലിയ നോയമ്പിൻ്റെ ആഴ്ചയുടെ ദിവസങ്ങളായിരുന്നുകൊണ്ട് എന്നോട് സിസ്റ്റേഴ്സ് പ്രത്യേകം പറഞ്ഞിരുന്നു, നീ നന്നായിട്ട് കുമ്പസാരിച്ച് ഒരുങ്ങിയിട്ട് വേണം പോരി, കുർബാനയൊക്കെ സ്വീകരിച്ചിട്ട് വേണം പോരാൻ എന്ന് പറഞ്ഞു. അപ്പോൾ 5-ാമത്തെ ദിവസം ഞാൻ പോയി കുമ്പസാരിച്ചു. അപ്പോൾ എല്ലാ ദിവസവും കൺവെൻഷൻ്റെ കുർബാന 12 മണിക്കാണ്. അന്ന് 2 മണിക്ക് മറ്റായിരുന്നു കുർബാന. ഞാനായി കുർബാന സ്വീകരിക്കാതെ പുറത്തിറങ്ങിയ, പിന്നീട് കുർബാന സ്വീകരിക്കാൻ യോഗ്യനല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ മുഴുവൻ സമയം ഇരുന്നു. അപ്പോൾ ആ ദിവസങ്ങളിൽ കൺവെൻഷന് വന്ന ആളുകൾക്ക് ദൈവം ചൊരിഞ്ഞ വലിയ കൃപ, അത്ഭുതകരമായ രോഗശാന്തികളൊക്കെ ആ ദിവസം ആ സ്റ്റേജിൽ വന്ന് സാക്ഷ്യപ്പെടുത്തുന്ന ഒരുപാട് പേരുടെ സാക്ഷി ഞാൻ കേട്ടു. ഈ സാക്ഷ്യമെല്ലാം കേട്ടുകൊണ്ടിരുന്നപ്പം ഞാൻ ആ കൺവെൻഷൻ ഗ്രൗണ്ടിൻ്റെ പുറത്താണ് നിൽക്കുന്നത്. ഒരുപാട് പേരുടെ സാക്ഷി, അപ്പോൾ എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ആളുകളൊക്കെ ഉണ്ട്. ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്നപ്പം പെട്ടെന്ന് എൻ്റെ മനസ്സിലൂടെ ഒരു ചിന്ത വന്നു, കർത്താവേ, എനിക്ക് മാത്രം ഒരു കൃപയും കിട്ടിയില്ലല്ലോ, ഞാൻ എന്തു വലിയ പാപിയാണ്. ഈ ഒരു ചിന്ത മനസ്സിലൂടെ വന്നു. എൻ്റെ കണ്ണുകളൊക്കെ നിറഞ്ഞ് ഒഴുകാൻ തുടങ്ങി. അതുവരെ പ്രാർത്ഥനയോടും സ്തുതിപ്പിനോടൊക്കെ ഒരു വിരക്തി കാണിച്ചിരുന്ന ഞാൻ പന്തലിനകത്ത് കയറി എല്ലാവരുടെ കൂടെ സ്തുതിക്കാൻ തുടങ്ങി. ഭാഷാപരത്തോടൊക്കെ ഏറ്റവും വെറുപ്പായിരുന്നു. അതിനെ എതിർക്കുന്ന ആളായിരുന്നു. ഞാൻ അവിടെ കയറി സ്തുതിക്കാൻ തുടങ്ങി. എൻ്റെ നാവൊക്കെ ചലിക്കാൻ തുടങ്ങി. ഞാൻ അവിടെ നിന്ന് സ്തുതിച്ചു. അന്ന് കൺവെൻഷൻ കഴിഞ്ഞ് ഏറ്റവും ആദ്യം പോകുന്ന വ്യക്തി ഞാനായിരുന്നു. ആ ലാസ്റ്റ് ദിവസം എല്ലാവരും പോയിട്ടും എനിക്ക് പോകാനായിട്ട് കഴിയുന്നില്ല. കൺവെൻഷൻ കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോയി. അപ്പോൾ നായികമുറവച്ചൻ പറഞ്ഞു, ആ ദിവസങ്ങളിൽ കൺവെൻഷൻ സഹായിച്ച വോളണ്ടിയേഴ്സ് നിങ്ങളെല്ലാവരും കൂടെ ഈ സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം എന്നെല്ലാം പറഞ്ഞു. ഒരു 350ഓളം ആളുകളുണ്ടായിരുന്നു വോളണ്ടിയേഴ്സായിട്ട്. അവരെല്ലാം കൂടെ ആ സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ വന്നു. അവർക്ക് വേണ്ടി അച്ഛന് ഒരു അരമണിക്കൂർ ഒരു സ്തുതിപ്പും പ്രാർത്ഥനയും കുറേ മെസ്സേജ് കൊടുത്തു. അപ്പം ഞാൻ അവരുടെ ഇടയ്ക്ക് കയറി നിന്നു. അപ്പോൾ അച്ഛനിങ്ങനെ പറഞ്ഞു, ഇതാ ഈ സമൂഹത്തിൽ നിൽക്കുന്ന ജോസഫ് എന്ന് പറയുന്ന മകനെ കർത്താവ് തൊടുന്നു, മദ്യപാനത്തിൽ നിന്ന് പുകവലിന്നവനെ മോചിപ്പിക്കുന്നു, പ്രാർത്ഥനാ ഗ്രൂപ്പ് നയിക്കാനും വചനം പ്രസംഗിക്കാനും ഒക്കെ ആയിട്ട് കർത്താവിനെ അഭിഷേകം ചെയ്യുന്നു. അപ്പോൾ ആ ഗ്രൂപ്പിൽ 200-300 പേരുണ്ട്. അതിൽ ഒരിക്കലും ഞാനാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ജോസഫ് മാത്രമല്ല കൺവെൻഷൻ്റെ ഒരു ശുശ്രൂഷയ്ക്ക് ഞാൻ കൂടുതലില്ല. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് പോന്നു. തിരിച്ച് ഞാൻ ആ കൺവെൻഷൻ 5 ദിവസം കൂടിയിട്ട് ഓരോ ക്ലാസ് പോലും ചോദിക്കുന്നവരെ കേട്ടിട്ടില്ല. ലാസ്റ്റ് ദിവസം ഇന്ന് എലവെങ്കിലച്ഛൻ, മാത്യു എലവെങ്കിലച്ഛന്, അന്ന് കൊച്ചച്ഛന, അദ്ദേഹത്തെ അന്ന് മാത്യു അച്ഛനോട് പരിചയപ്പെടുത്തി. ഞങ്ങളുടെ സഭയിലെ പുതിയതായിട്ട് പട്ടം സ്വീകരിച്ച കൊച്ചച്ഛനാന്ന് പറഞ്ഞ് മാത്യു അച്ഛനെ പരിചയപ്പെടുത്തി. കൊച്ചുമാത്യു അച്ഛൻ അന്ന് വന്ന് ഒരു ചെറിയ പ്രസംഗം നടത്തി. അച്ഛൻ പറഞ്ഞ പ്രസംഗമല്ല, കുറേ നിർദ്ദേശങ്ങളാണ്. ഈ കൺവെൻഷൻ കഴിഞ്ഞ് പോയിട്ട് നിങ്ങൾ എല്ലാ ദിവസവും ബൈബിൾ വായിക്കണം, വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കണം, പ്രാർത്ഥനയിൽ വളരണം. അതുകൊണ്ട് ഇതിൽ നിന്ന് കിട്ടിയ കൃപയെ നിലനിൽക്കാൻ വേണ്ടി ചെയ്യേണ്ട കുറേ കാര്യങ്ങളെക്കുറിച്ച് അച്ഛൻ ഒരു നിർദ്ദേശങ്ങൾ കൊടുത്തു. അതുമാത്രമേ ഞാൻ ശ്രദ്ധിച്ചുള്ളൂ. ഞാൻ ആ കൺവെൻഷൻ കഴിഞ്ഞ് വന്നിരുന്ന് തൊട്ട് എനിക്കെന്തോ ഒരു പ്രത്യേകത ഫീൽ ചെയ്യാൻ തുടങ്ങി. ഞാൻ ബൈബിൾ എടുത്ത് വെച്ച് വായിക്കാൻ തുടങ്ങി. അന്ന് വീട്ടിൽ കറണ്ട് ഒന്നുമില്ല. മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിലിരുന്ന് ബൈബിൾ വായിക്കും. അങ്ങനെ വായിച്ച് ബൈബിളെ കവന്ന് കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ബൈബിൾ വായിക്കുമ്പോൾ എനിക്ക് അന്ന് വരെ ബൈബിൾ വായിച്ചാൽ വിട്ട് ഉണ്ടാകാത്ത അനുഭവങ്ങൾ, എൻ്റെ അടുത്തിരുന്ന ഒരാൾ എന്നോട് സംസാരിക്കുന്ന പോലെ എൻ്റെ ചോദ്യങ്ങൾക്കൊക്കെയുള്ള മറുപടി, എൻ്റെ സംശയങ്ങൾക്കുള്ള ഉത്തരം. അപ്പോൾ ഞാൻ ആവേശത്തോടെ ഇത് വായിക്കാൻ തുടങ്ങി. അങ്ങനെ വായിച്ച് ബൈബിളിൽ കവന്ന് കിടന്ന് ഉറങ്ങിയ ദിവസങ്ങളുണ്ട്. അങ്ങനെ ഇപ്പം അങ്ങനെയാണ് ഞാൻ ഈ സത്യം പറഞ്ഞാൽ പിന്നീട് എനിക്ക് മദ്യത്തോടുള്ള ആ വിരക്തി കുറയുന്നതായിട്ട് എനിക്ക് തോന്നി. കുടിക്കാൻ പോകാനുള്ള താല്പര്യമില്ല. ഞാൻ എല്ലാ ദിവസവും ഷാപ്പ് അടച്ചിട്ട് അവസാനം പോരുന്ന ആളായിരുന്നു. ഞാൻ പറഞ്ഞു, എൻ്റെ കുടുംബം മുഴുവൻ മദ്യപിക്കുന്നവരായിരുന്നു. അമ്മയും അപ്പനും ഒക്കെ ഞങ്ങൾ ഒരുമിച്ച് ഷാപ്പിൽ പോയി കുടിക്കുമായിരുന്നു. അപ്പോൾ എന്നെ ഒരു ഷാപ്പിൽ കാണാത്തതുകൊണ്ട് അമ്മ എന്നെ അന്വേഷിച്ച് വരിക. ഒരു ദിവസം വൈകിട്ട് രാത്രി 8 മണിയായപ്പോൾ അമ്മ വീട്ടിൽ കയറി വന്നു. വരുമ്പോൾ ഒരു 2 കുപ്പി കള്ളുകളി കക്ഷത്തിൽ വെച്ചുകൊണ്ടാണ് വരുന്നത്. എന്നോട് പറഞ്ഞു, നിന്നെ ഷാപ്പിൽ കാണാത്തതുകൊണ്ട്, പണിയില്ല കാശില്ലാത്തതുകൊണ്ടാണെന്ന് ഓർത്തത് ഞാൻ ഇതാ 2 കുപ്പിയുണ്ട്, കുടിച്ചോളാൻ പറഞ്ഞു കൊണ്ടു തന്നു.
ഞാൻ പറഞ്ഞു ഞാൻ കുടി നിർത്തി, ഇനി ഞാൻ പരിപാടി നിർത്തിയെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് അമ്മ കൊണ്ടുവന്ന് ആ 2 കുപ്പി കള്ളു കുടിച്ച് ഞാനും അമ്മയും കൂടെ കുടിച്ച് അവസാനിപ്പിച്ചു. അതിന് ശേഷം ഇന്ന് വരെ ഒരു തുള്ളി മദ്യം കഴിക്കാനായിട്ട് ദൈവം എന്നെ അനുവദിച്ചിട്ടില്ല. ഞാൻ മദ്യപിച്ച് നടന്ന കാലത്തെക്കുറിച്ച് ഞാൻ പലപ്പോഴും തിരിഞ്ഞു നോക്കാറുണ്ട്. അന്ന് എൻ്റെ വീട്ടിൽ ഒരു വലിയ ദാരിദ്ര്യമായിരുന്നു. ഞാൻ കല്യാണം കഴിഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഗവൺമെൻറ്റിലെ ജോലിക്കാരനായിരുന്നു. എൻ്റെ മദ്യപാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി സിസ്റ്റേഴ്സ് തന്നെയാണ് എന്നെ വിവാഹത്തിലേക്ക് നിർബന്ധിച്ചതും പ്രേരിപ്പിക്കുകയും അവരുടെ തന്നെ മറ്റൊരു ഗവൺമെൻറ്റിൽ ജോലിക്ക് നിന്നിരുന്ന ഒരു പെണ്ണ എൻ്റെ ജീവിത പങ്കാളി മേരി, അവർ തന്നെ കണ്ടെത്തി എന്നെ ഞങ്ങൾ പോയി കണ്ട് കല്യാണം കഴിച്ചത്. എനിക്ക് അവരെ സിസ്റ്റേഴ്സിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി പെണ്ണ് കാണാൻ പോയതാണ്, കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ല. പക്ഷേ അത് ദൈവം ഒരുക്കിയതായിരുന്നു. എനിക്ക് ദൈവം ചേർന്നൊരു പങ്കാളി തന്നു. കല്യാണം കഴിഞ്ഞു. എനിക്ക് 3 മക്കളുമായി. എൻ്റെ മദ്യപാനമൊന്നും കുറഞ്ഞില്ല. അപ്പോൾ കൂടുതൽ വരുമാനത്തിന് ജോലി ചെയ്യാൻ തുടങ്ങി. കൂടുതൽ കിട്ടും തോറും കൂടുതൽ മദ്യപിക്കാൻ തുടങ്ങി. അപ്പോൾ ഭാര്യ 3 മക്കളായി. ഞാൻ പറഞ്ഞു എൻ്റെ കുഞ്ഞുങ്ങളെ പഠിക്കാനായിട്ട് തുടങ്ങിയപ്പം ഒരു കല്യാണത്തിന് പൈസ കൊടുക്കാനില്ലായിരുന്നു. അതുപോലെ ദാരിദ്ര്യത്തേക്ക് വന്നു. എൻ്റെ പങ്കാളി പറഞ്ഞിട്ടുണ്ട്, ഇച്ചിരി നല്ല കറി എന്തെങ്കിലും കൂട്ടി ഇച്ചിരി ഭക്ഷണം കഴിക്കാനായിട്ട് പറ്റുമോ. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ മനസ്സിന് വലിയൊരു വേദനയായിരുന്നു. ഇതിൽ നിന്നൊരു മാറ്റം ഉണ്ടാകണം, മദ്യപാനത്തിൽ നിന്നൊരു മോചനം. അപ്പോൾ അങ്ങനെ നാളുകളിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്, കർത്താവെ ഇതിൽ നിന്ന് തന്നെ ഒന്ന് മോചിപ്പിക്കണമെന്ന്. അപ്പോൾ അത് എൻ്റേതായ കഴിവ് കൊണ്ട് അസാധ്യമായിരുന്നു. അപ്പോൾ ഞാൻ ദൈവത്തോട് ഉള്ളൂരി പ്രാർത്ഥിച്ച ദിനങ്ങളാണ്. കർത്താവിനോട് ഞാൻ പറഞ്ഞു, നിനക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ലല്ലോ, എന്നെ ഈ മദ്യപാനത്തിൽ മോചിപ്പിക്കും. കാരണം എൻ്റെ ജീവിത പങ്കാളി ഒരിക്കലും എന്നെ കുറ്റപ്പെടുത്തുകയോ അല്ലെ ഒന്നും ചെയ്തിട്ടില്ല. ഇങ്ങനെയുള്ള വാക്കുകൾ പറയുമ്പോൾ അത് വലിയ ഒരു കുത്തായിരുന്നു. അപ്പം ഞാനന്ന് ചീട്ട് കളിക്കാൻ പോകും. അവിടെയൊക്കെ നമ്മുടെ ഉള്ള കൂട്ടുകാരെന്ന് പറഞ്ഞാൽ എല്ലാവരും കുടിക്കുന്നവരും അല്ലെ ആ രീതിയിലേക്ക് നമ്മളെ നയിക്കുന്നവരുമാണ്. ആ നാളുകളിൽ ഒക്കെ ഒരുപാട് അപകടത്തിൽ ചെന്ന് പെട്ടിട്ടുണ്ട്. പല തെറ്റായ വഴികളിലും ചീത്ത കൂട്ടുകളിലൊക്കെ പെട്ടുകൊണ്ടായിരുന്നു നമ്മൾ ഇങ്ങനെ നടന്നിരുന്നത്. അതിൻ്റെ അപകടമൊന്നും തിരിച്ചറിയാതെ നടന്നിട്ടുണ്ട്. കഴിഞ്ഞ് വചനം കേൾക്കാനിടയായി ഒരു മാനസാന്തര അനുഭവത്തിലേക്ക് വന്നതിന് ശേഷം എൻ്റെ അന്നത്തെ കൂട്ടുകാരെല്ലാം സത്യത്തിൽ പിന്നീട് എന്നെ കാണുന്നൊരു അത്ഭുതത്തോടെയാണ്. കാരണം ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനെ നേരത്തെ കാണുമ്പോൾ മദ്യപിച്ച് നടന്ന ആളുകൾ കാണുമ്പോൾ സംബോധന ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ചീത്ത വാക്ക് ഉപയോഗിച്ചാൽ ഒരു ചീത്ത കൂട്ടിയെ വിളിക്കുന്നത്. ഇപ്പോഴും അവരൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പം ഞാൻ അതിന് ശേഷം ഇന്ന് വരെ എൻ്റെ വായിൽ നിന്ന് ഒരു ചീത്ത വാക്ക് ആരെയും വിളിക്കാനായിട്ട് ദൈവം എൻ്റെ നാവിൻ പിന്നെ അനുവദിച്ചിട്ടില്ല. അതുപോലെ തന്നെ അന്നത്തെ ആ കമ്പനിയിൽ നിന്ന് മദ്യപാനത്തിനെല്ലാം ഞാൻ സ്വയം പിന്മാറുക ചെയ്ത് അവിടെ ചെല്ലാതായപ്പോഴത്തേക്കും അവരെന്നെ വീക്ഷിക്കാൻ തുടങ്ങിയത് വേറെ രീതിയിലാണ്. നമ്മൾ ഏതാണ്ട് വിശുദ്ധനായി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മളെ കളിയാക്കാൻ തുടങ്ങി. പിന്നീട് അവരെന്നെ ചീത്ത വിളിച്ചാൽ ഞാൻ മറുപടി പറയാതെയായി. അപ്പോൾ ഞാൻ അവരുടെ ഇടയിലെല്ലാം ഒരു ഒറ്റപ്പെടുന്ന അനുഭവത്തിലേക്കായി, വീട്ടുകാരുടെയും നാട്ടുകാരുടെയും ഒക്കെ ഇടയിൽ. അങ്ങനെയാണ് മദ്യപാനത്തിൽ നിന്നൊരു വിടുതൽ ദൈവം എനിക്ക് തന്നത്. ഇപ്പോഴും എനിക്ക് വിസ്മയമാണ്, എങ്ങനെയാണ് എനിക്കതിൽ നിന്നൊരു വിടുതൽ കിട്ടിയെന്ന് തന്നെ ഞാനിപ്പോൾ അതിശയിക്കാറുണ്ട്. കർത്താവ് എന്നെ അതിൽ നിന്ന് മോചിപ്പിച്ചെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റേതായ കഴിവുകൊണ്ട് സാധ്യമല്ല. അതുപോലെ ഞാൻ അതിന് അഡിക്റ്റായിരുന്നു. മദ്യം മാത്രമല്ല, ഒരു 25 ബീഡി ഒരു ദിവസം വേണമായിരുന്നു. എൻ്റെ വീട് പറഞ്ഞ ഒരു മുറുക്കാൻകടയായിരുന്നു. കുറേ വെറ്റയും പുകലെ അടയ്ക്കായി എല്ലാം വാങ്ങിക്കൊണ്ട് വീട്ടിൽ വെക്കും, കൂടെ മുറുക്കും. രാത്രി ഉറക്കം തെളിഞ്ഞാൽ ഒന്ന് മുറുക്കി തുപ്പിയിട്ടാൽ പിന്നെ കിടക്കുകയുള്ളൂ. അതായിരുന്നു എൻ്റെ ഒരു ശൈലി. എല്ലാത്തരം ലഹരി വസ്തുക്കളും ഉപയോഗിക്കുമായിരുന്നു ഞാൻ. കർത്താവാണ് എന്നെ അതിൽ നിന്ന് മോചിപ്പിച്ചതെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഞാൻ ബൈബിൾ വായിക്കുമ്പോൾ എന്നെ ആദ്യം സ്പർശിച്ച വചനം പൗലോസ്യ കൊരിന്ത്യക്കാർക്ക് 1-ാം ലേഖനം 3-ാം അധ്യായം 16-17 വാക്യങ്ങളാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്ന് ദൈവാത്മാവ് നിങ്ങൾ വസിക്കുന്നു നിങ്ങൾ അറിയുന്നില്ലേ. ഈ വചനം ഏറെ എന്നെ സ്വാധീനിച്ചതാണ്. ഞാനാകുന്ന ദേവാലയത്തെ മദ്യവും മയക്കുമരുന്നുകൊണ്ട് ഇനി ഒരിക്കലും അശുദ്ധമാക്കില്ല എന്ന് ഞാനന്ന് തീരുമാനമെടുത്തു. പിന്നീട് ഞങ്ങളുടെ പ്രയർ ഗ്രൂപ്പുകളിൽ പങ്കെടുക്കുമ്പോൾ എനിക്ക് വചനത്തോട് വലിയ ദാഹമായിരുന്നു. ആരെങ്കിലും വ്യാഖ്യാനിച്ച് തരാൻ വിശദീകരിച്ച് തരാൻ ഉണ്ടായിരുന്നെങ്കിൽ. നമ്മുടെ പ്രയർ ഗ്രൂപ്പിൽ അങ്ങനെ ആരുമില്ലായിരുന്നു. വചനം ഞങ്ങൾ കുറേ പ്രാർത്ഥിക്കും, കൊന്ത ചെല്ലും, സ്തുതിക്കും, ബൈബിള് വായിച്ച് അവസാനിപ്പിക്കും. അപ്പോൾ ഞാൻ തന്നെ വചനങ്ങൾ ഇങ്ങനെ പറയും, സ്വയം നടക്കുന്ന വഴിക്കും പള്ളയോടും മരത്തോടുമൊക്കെ പറയും. ഞാനൊരു ടവർ ടാപ്പറാണ്. ഞാൻ പറഞ്ഞു, ഞാനൊരു 10-600 മരം ടാപ്പ് ചെയ്യുമായിരുന്നു. ഞാനൊരു ദിവസം ഈ ടാപ്പ് ചെയ്യുമ്പോൾ വചനം പറഞ്ഞുകൊണ്ടാണ് ടാപ്പ് ചെയ്യുന്നത്. കേൾവിക്കാർ റബ്ബർ മരങ്ങളാണ്. അങ്ങനെ ഒരു ദിവസം ഞാൻ റബ്ബർ ടാപ്പ് ചെയ്ത് തീരുന്നവരെ വചനം പറഞ്ഞു.
ഞാൻ ഇടയ്ക്ക് തിരിഞ്ഞു നോക്കും, ആൾക്കാർ വല്ലതും കാണുന്നുണ്ടോ, കേൾക്കുന്നുണ്ടോ, എനിക്ക് വല്ല പട്ടു പിടിച്ചോ എന്നൊക്കെ ചിന്തിക്കില്ലെന്ന് ഓർത്ത്. പക്ഷേ വചനം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ തിളയ്ക്കാൻ തുടങ്ങി. ഞാൻ അങ്ങനെ ഒരു ദിവസം വചനം പറഞ്ഞു. ഞാൻ നവീകരണത്തിൽ വന്ന നാളുകളിൽ ഞാൻ അതിനു മുമ്പ് പള്ളിയിൽ പോകാനും വിമോചനം ഉണ്ടായിരുന്ന ആളാണ്. അതിനുശേഷം എല്ലാ ദിവസവും പള്ളിയിൽ പോകണമെന്നൊരു ആഗ്രഹം ഉണ്ടായി. ഇപ്പോൾ റബ്ബർ വെട്ടുകാരൻ രാവിലെ പള്ളിയിൽ പോക്ക് പ്രയാസമാണ്. അപ്പോൾ ഞങ്ങളുടെ പാലാരൂയിൽ ടൗണിലുള്ള ലാലം പള്ളിയിൽ എല്ലാ ദിവസവും വൈകുന്നേരം 5:15 മണി കുർബാനയുണ്ട്. ഞാൻ എല്ലാ ദിവസവും വൈകുന്നേരം 5:15 മണി കുർബാനയ്ക്ക് പോകുമായിരുന്നു. ഞാൻ ഈ റബ്ബർ മരങ്ങളോട് പ്രസംഗിച്ച ദിവസം വൈകുന്നേരം കുർബാന കഴിഞ്ഞിറങ്ങിയപ്പോൾ ടൗണിലുള്ള ഒരു പ്രയർ ഗ്രൂപ്പിൽ അവിടുത്തെ അതിൻ്റെ ലീഡർ എന്നെ വിളിച്ചു, നിങ്ങളുടെ പ്രയർ ഗ്രൂപ്പിൽ വരണമെന്നും അത് സംബന്ധിക്കാമെന്നൊക്കെ ആയിട്ട്. ഞാൻ അവിടെ ചെന്നു. അവിടെ പോയിരുന്നു. കുറേ സമയം കഴിഞ്ഞപ്പോൾ ആ ചേട്ടൻ വന്നിട്ട് പറഞ്ഞു, ഇന്നിവിടെ വചനം പ്രസംഗിക്കാനായിട്ട് വരാമെന്ന് ഏറ്റിരുന്ന ആൾ വരികയാണെന്ന് അറിയിച്ചിട്ടുണ്ട്, ബ്രദർ അതുകൊണ്ട് വചനം പങ്കുവയ്ക്കണം. എനിക്കാകെ വളരെ വിഷമമായി. എനിക്ക് കാരണം ഞാൻ പുറത്ത് പോയി 4 പേരുടെ മുമ്പിൽ നിന്ന് വചനം പങ്കുവച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്നെ വല്ലാതെ വിറയ്ക്കാൻ തുടങ്ങി. ഞാൻ എങ്ങനെയും ഒരുപാട് ഒഴിവൊഴി പറഞ്ഞു. അദ്ദേഹം എന്നോട് പറഞ്ഞു, അത് സാരമില്ല, പരിശുദ്ധാത്മാവല്ല തരുന്നതെന്നെല്ലാം പറഞ്ഞ് എന്നെ ശക്തിപ്പെടുത്തി. എന്തായാലും കുറച്ച് പേരല്ലേ ഉള്ളൂ, എങ്ങനെയാലും എന്തെങ്കിലുമൊക്കെ പറയാമെന്ന് ഞാൻ വിചാരിച്ചു. പ്രയർ ഗ്രൂപ്പ് ആരംഭിച്ചു. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും വീട് നിറച്ച ആളായി. 100-100-ലേറെ ആളുകൾ വന്നു ചേർന്നു. ഞാൻ വചനം പ്രസംഗിക്കുന്ന സമയമായപ്പോൾ ഒരു ബൈബിൾ ഭാഗം വായിച്ചു. കണ്ണടച്ച് പിടിച്ചിരിക്കുക. കണ്ണ് തുറന്ന് ഞാൻ താഴെ പോകുന്നത് എനിക്ക് ഉറപ്പാണ്. അഥവാ ശരീരമെല്ലാം വിറയ്ക്കാൻ തുടങ്ങി. നാക്കും ചൂടിയൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കുക. ഞാനെന്തോ പറയാൻ തുടങ്ങി. ഈ ബൈബിളുമായി വായിച്ചിട്ട് പ്രസംഗിക്കാൻ തുടങ്ങി. അരമണിക്കൂറാണ് സമയം തരും. ഞാൻ 3/4 മണിക്കൂർ പ്രസംഗിച്ചിട്ടും എൻ്റെ പ്രസംഗം തീർന്നില്ല. പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ ആളുകൾ എന്നോട് പറഞ്ഞു, ഇത്രയും അഭിഷേകമുള്ള ഒരു പ്രസംഗം അടുത്ത കാലത്ത് കേട്ടിട്ടില്ല, വളരെ നന്നായിരുന്നൊക്കെ പറഞ്ഞു. എനിക്ക് തന്നെ അതിശയം തോന്നി, എന്താ സംഭവിച്ചതെന്നൊക്കെ. പിന്നീട് ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ രാവിലെ റബ്ബർ മരങ്ങളോട് പ്രസംഗിച്ച അതേ വചനങ്ങളാണ് ഞാൻ വൈകുന്നേരം ഈ ജീവനുള്ള മനുഷ്യരുടെ മുമ്പിൽ പ്രസംഗിക്കാനായിട്ട് ദൈവം എന്നെ പരിശീലിപ്പിക്കുകയായിരുന്നു, ഒരുക്കുകയായിരുന്നു. എനിക്ക് മനസ്സിലായി. പിന്നീട് ഞാൻ ഒരുപാട് ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് ദേവാലയങ്ങളിൽ വചനം പങ്കുവയ്ക്കാനായിട്ട് എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. പല വൈദികരുടെ കൂടെ ധ്യാനത്തിൽ സഹായിക്കാനായിട്ട് ജഗദൽപൂർ രൂപതയുള്ള ഒരു ഫ്രാൻസിസ് ചക്കുങ്കൽ അച്ഛന്, പിന്നെ പാലാ രൂപതയിൽ ഇപ്പോൾ മരിച്ചുപോയ തെക്കേ മുറിയച്ഛൻ എന്നെ ഒത്തിരി ചേർത്ത് പിടിച്ച് വളർത്തിയ ഒരാളാണ്. ഇപ്പോഴത്തെ ഡയറക്ടർ ബഹുമാനപ്പെട്ട വിൻസെൻ്റ് മൂങ്ങാമാങ്കലച്ഛൻ എനിക്ക് ഒത്തിരി അവസരങ്ങൾ തന്ന് ധ്യാനത്തിൽ സഹായിക്കാൻ. ഇപ്പോൾ പാലാ രൂപതയുടെ ഗ്രാൻഡ് മിഷന് അതുപോലെ രൂപതയുടെ ധ്യാനങ്ങളിലൊക്കെ ഒരു പ്രാസംഗികനായിട്ട് എന്നെയും ചേർത്ത് പിടിച്ച് ഇന്ന് ഞാൻ രൂപതയോട് ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇത് മുണ്ടാങ്കൽ CMC കോൺവെൻറ്റിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഈ കോൺവെൻറ്റിലാണ് ഞാൻ ചെറുപ്പം തൊട്ടേ വളർന്നതും ഇവിടുത്തെ അമ്മമാരാണ് എന്നെ പഠിപ്പിച്ചതും. ഈ തൊട്ടടുത്തുള്ള സ്കൂളിലാണ് ഞാൻ പഠിച്ചതൊക്കെ. ഈ മഠത്തിലാണ് ഞാൻ ചെറുപ്പം തൊട്ട് ജോലി ചെയ്തത്. ഇവിടുത്തെ അമ്മമാരാണ് എന്നെ വളർത്തിയത് പറഞ്ഞാൽ. ഞാൻ ഇവിടുത്തെ ചോറുണ്ട് വളർന്നതാണ്. ഇവിടുത്തെ പ്രായമുള്ള ഒത്തിരി അമ്മമാർ ഇവിടുന്ന് മരിച്ചുപോയി, ഒത്തിരി പേർ സ്ഥലം മാറിപ്പോയി. ഇപ്പോൾ എൻ്റെ അടുത്ത് നിൽക്കുന്നത് ഇവിടുത്തെ പ്രായമുള്ള 2 സിസ്റ്റേഴ്സാണ്. ഒന്ന് ബഹുമാനപ്പെട്ട ജെയിംസ് അമ്മ, വളരെ ചെറുപ്പം തൊട്ട് എന്നെ ഒത്തിരി സ്നേഹത്തോടെ പഠിപ്പിക്കുകയും ഉപദേശിക്കുകയൊക്കെ ചെയ്ത ഒരു പ്രായമുള്ള ഒത്തിരി സ്നേഹമുള്ള ഒരു അമ്മയാണ്. അതുപോലെ ജോവാനാമ്മ ഒരു 80 തൊട്ട് ഇവിടെയുണ്ട്. ഞാനിവിടെ ജോലി ചെയ്യുമ്പോഴെല്ലാം ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുള്ള അമ്മയാണ്. ജോലി കാര്യങ്ങളെല്ലാം അമ്മയായിരുന്നു. അമ്മയുടെ കണക്കും കാര്യങ്ങളും കൂലി തരുന്നതെല്ലാം അമ്മയാണ്. ഇപ്പോഴും അമ്മ ഓരോ കാര്യങ്ങൾ ഇടപെടുകയും ആരോഗ്യത്തോടെ ഇപ്പോഴും നടക്കുന്നു. നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. അവരുടെയൊക്കെ പ്രാർത്ഥന എന്നും ഞങ്ങൾക്കുണ്ട്. അതൊക്കെയാണ് ഞങ്ങളുടെ ബലം. കുഞ്ഞിനെ ഞങ്ങൾക്ക് നേരത്തെ മുതൽ അറിയാവുന്നതാണ്. അവൻ ഇവിടെ തന്നെ വളർന്ന പയ്യനാണ്. ആദ്യകാലത്തൊക്കെ സ്കൂളിലൊക്കെ ഇവിടെ പഠിച്ചു. അത് കഴിഞ്ഞ് അല്പം മദ്യപാനവും മുറുക്കും ഇങ്ങനെയൊക്കെ ആയിട്ട് നടന്നിരുന്നതാണ്. എന്നാൽ അവസാന കാലം വന്നപ്പോഴത്തേക്കും ഞങ്ങളും കൂടെ നിർബന്ധിച്ച് കല്യാണമൊക്കെ കഴിച്ചു. നല്ലൊരു ഭാര്യയെ കിട്ടി. അത് കഴിഞ്ഞ് ധ്യാനത്തിനൊക്കെ പറഞ്ഞു വിട്ട് അവൻ നന്നായി ധ്യാനിച്ച് വന്നു. അതോടുകൂടി അവൻ്റെ ജീവിതത്തിൽ വളരെയധികം വ്യത്യാസം വന്നു. ഇപ്പോൾ എപ്പോഴും വചനം പറഞ്ഞ് നടക്കുന്ന ഒരു പ്രകൃതമാണുള്ളത്. പിന്നെ അവൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളും അവൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. കുടുംബവും കുടുംബത്തിലെ കുഞ്ഞുങ്ങളൊക്കെ വളരെ നന്നായിട്ട് തന്നെ ജീവിതം നയിക്കുന്നു.
ഞാൻ വേലമ്പറമ്പിൽ സൈറസ് സച്ചൻ, ഇപ്പോഴേ പാലാരൂപതയിൽ മുണ്ടാങ്കൽ സെൻറ് ഡൊമിനിക്സ് പള്ളിയിൽ വികാരിയായി സേവനമനുഷ്ഠിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ സെൻറ് ആൻറ്റണീസ് ഷ്രൈനുമുണ്ട്. എനിക്ക് ഈ ഇടവാംഗമായ കളപ്പുരയിൽ ജോസഫ് ചേട്ടനെ പരിചയപ്പെടുത്തുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അദ്ദേഹം തികഞ്ഞ ഒരു വിശ്വാസിയും ആത്മീയ കാര്യങ്ങളിൽ വചനപ്രഘോഷണ രംഗത്തെല്ലാം സേവനം ചെയ്യുന്ന ഒരാളുമാണ്. ഇടവയിലെ എല്ലാ ആത്മീയ പ്രവർത്തനങ്ങളിലും മുൻപന്തിയിൽ തന്നെ ഉണ്ടെന്ന് പറയാം. രൂപത നവീകരണ ശുശ്രൂഷയിൽ കഴിഞ്ഞ 20 വർഷത്തിലധികമായിട്ട് അദ്ദേഹം സേവനം ചെയ്യുന്നുണ്ട്. ഈ നവീകരണത്തിലേക്കും ആത്മീയ കാര്യങ്ങളിലേക്കും വന്നതിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എന്നും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതിൽ വളരെയധികം താല്പര്യം എപ്പോഴും കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പള്ളിയിൽ വചനം വായിക്കുന്നതിൽ എപ്പോഴും ആവശ്യ സമയത്ത് സന്നിഹിതനാണ്. അതുപോലെ തന്നെ പ്രാർത്ഥനാ കാര്യങ്ങളിൽ, ആരാധനാ കാര്യങ്ങളിൽ എപ്പോഴും നേതൃത്വം നൽകുന്നുണ്ട്. പലപ്പോഴും വചനം പ്രസംഗിക്കാൻ പോകുന്നുണ്ട്, പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകാനായിട്ട് മറ്റ് ഇടവകളിൽ പോകുന്നുണ്ട്. അങ്ങനെ രൂപതയിലും റോനായിലും ഇടവകയിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ വിലപ്പെട്ടതായിട്ട് തന്നെ തുടരുകയും ചെയ്യുന്നു. ഇതാണ് എൻ്റെ കുടുംബം. ഇതെൻ്റെ ഭാര്യ മേരി, എൻ്റെ മോൻ ജോബി എൻ്റെ മൂത്ത മോനാണ്. എനിക്ക് 3 മക്കളാണ്. രണ്ടാമത്തെ ഒരു മോളാണ്. അവളുടെ വിവാഹം ഈ കഴിഞ്ഞ ജനുവരിയിലായിരുന്നു. പാലക്കാട് രൂപതയിലാണ് വിവാഹം കഴിച്ച് അയച്ചിരിക്കുന്നത്. ഇളയ മോന് ജോമോന്, അവന് സെമിനാരിയിലാണ്. ഇപ്പോൾ 6 വർഷമായി. ജഗദൽപുരം മിഷൻ രൂപതയ്ക്ക് വേണ്ടി അവന് പഠിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ കുടുംബം എന്ന് പറയുന്നത് എൻ്റെ ജീവിത പങ്കാളിയാണ്. ഞാൻ മദ്യപിച്ചിരുന്ന് നടന്ന കാലത്ത് എന്നും വലിയ ദാരിദ്ര്യവും കണ്ണീരുമായിരുന്നു. അപ്പോഴൊന്നും ഒരിക്കൽ പോലും ഒരു പരാതിയോ കുറ്റപ്പെടുത്തലോ ഇല്ലാതെ കുടുംബത്തിൽ എന്നും ഒരു കുടുംബവും കുഞ്ഞുങ്ങളും ഭർത്താവും പിന്നെ ഈ കോൺവെൻറ്റിലെ ജോലിക്കാരുതിയാണ്. അത്രയേ ഉള്ളൂ അവരുടെ ലോകം. സത്യത്തിൽ എൻ്റെ കുടുംബത്തെ നിലനിർത്തിക്കൊണ്ട് പോകുന്ന എൻ്റെ ജീവിത പങ്കാളിയാണ്. എൻ്റെ ശക്തിയും ബലവും എന്ന് പറയുന്നതും ഞാൻ നവീകരണത്തിൽ നിൽക്കുന്നതും എൻ്റെ ജീവിത പങ്കാളിയുടെ സപ്പോർട്ടും പ്രാർത്ഥനയും സഹായം കൊണ്ട് മാത്രമാണ്. എൻ്റെ മക്കൾ 2 പേരെ നേഴ്സിംഗ് പഠിപ്പിച്ചു. അതിന് മദ്യപാനത്തിൽ ആയിരുന്നെങ്കിൽ ഒരിക്കലും എനിക്ക് സാധിക്കുമായിരുന്നില്ല. 2 പേര് നേഴ്സിംഗ് പഠിച്ചു. മൂത്ത മോൻ BSc നേഴ്സാണ്, മോള് ജനറൽ നേഴ്സാണ്. 2 പേരുടെയും വിവാഹവും നല്ല രീതിയിൽ ദൈവാനുഗ്രഹത്താൽ എല്ലാം ഭംഗിയായി നടത്തി വിടാനായിട്ട് സാധിച്ചു. അതിനെല്ലാം സഹായമായി തീർന്നത് എൻ്റെ ജീവിത പങ്കാളിയുടെ ഒരു വലിയ സഹകരണവും അവരുടെ ഒരു സമർപ്പണവും. ഞാനൊരു മദ്യപാനിയായിരുന്ന കാലത്ത് എൻ്റെ കുടുംബം കണ്ണുനീരും അശാന്തിയും ദാരിദ്ര്യവും പട്ടിണിയും മാത്രമായിരുന്നു. എൻ്റെ കുഞ്ഞുങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു കല്ലുമനസിന് പഠിക്കാൻ ഒരു 20 പൈസ മതി, അത് കൊടുക്കാനില്ലാത്ത ഒരു അപ്പനായിരുന്നു ഞാൻ. അത് നിർത്തിയതിന് ശേഷമാണ് എനിക്ക് എൻ്റെ കുടുംബത്തെക്കുറിച്ച് ശ്രദ്ധിക്കാനും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനും എൻ്റെ ജീവിത പങ്കാളി സ്നേഹിക്കാനൊക്കെ എനിക്ക് സാധിച്ചത്. ഇന്ന് എൻ്റെ കുടുംബം ഏറെ സന്തോഷവും സമാധാനമുണ്ട്. എനിക്ക് വലിയ സമ്പത്തോ സൗഭാഗ്യമൊന്നും ഒന്നും ഉണ്ടെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷേ ഉള്ള സമ്പത്തെന്ന് പറയുന്നത് സമാധാനമാണ്. ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുന്നു, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. എവിടെയെങ്കിലും പോകാനാണേലും അതിനെല്ലാം ഒരുമ ഇവിടെ പോകാനെല്ലാം സാധിക്കുന്നുണ്ട്. അത് ഞാനൊരു മദ്യപാനിയായിരുന്നെങ്കിൽ ഒരിക്കലും എനിക്ക് എൻ്റെ കുടുംബം ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിലനിൽക്കുമായിരുന്നില്ലെന്ന് എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും. ഞാൻ ഒരുപാട് മദ്യപാനികളെ പരിചയപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് മദ്യപാനികളുടെ പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കോളനികളിലൊക്കെ ഒരുപാട് ശുശ്രൂഷ ചെയ്യാനായിട്ട് എനിക്കിടയായിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ചെല്ലുമ്പോൾ തകർന്ന കണ്ണീരും കൈയുമായിരിക്കുന്ന ഒത്തിരി കുടുംബങ്ങളെ ഞാൻ കാണുന്നുണ്ട്. അതിൻ്റെ കാരണം മദ്യപാനമാണ്. അതുകൊണ്ട് മദ്യപിക്കുന്ന ഒരു ഭർത്താവ്, ഒരു കുടുംബനാഥന് ആ കുടുംബം എന്നും നരകമായിരിക്കും എന്നുള്ളത് എൻ്റെ 100 അനുഭവം കൊണ്ട് എനിക്ക് പറയാനായിട്ട് സാധിക്കും. മദ്യപാനത്തിൽ നിന്ന് ഒരു വിടുതൽ, അതിന് നമുക്ക് വേണ്ടത് ദൈവത്തിലുള്ള ആശ്രയമാണ്. തീർച്ചയായിട്ടും കർത്താവിൽ ആശ്രയിച്ചാൽ നമുക്ക് പൂർണ്ണമായിട്ടൊന്ന് വിടുതൽ കിട്ടുമെന്നുള്ള ഒരു വ്യക്തമായ സാക്ഷ്യം നൽകുവാൻ ഞാനും എൻ്റെ കുടുംബം അതിന് ദൃക്സാക്ഷികളാണ്. മദ്യപാനം ഒരു രോഗമാണ്. എനിക്കറിയാം, ഞാനൊരു തികഞ്ഞ മദ്യപാനിയായിരുന്നുകൊണ്ട്
നമുക്ക് ആഗ്രഹം എനിക്കിതിൽ നിന്നൊരു മോചനം വേണമെന്ന് ഒരു മദ്യപാനി ആഗ്രഹിക്കുന്നത് മാത്രമേ അവനതിന് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. വീണ് കിടക്കുന്ന ഒരാളെ അയാൾക്ക് എഴുന്നേൽക്കാൻ താല്പര്യമില്ലെങ്കിൽ ആര് പരിശ്രമിച്ചാൽ അയാൾ എഴുന്നേൽക്കത്തില്ല. എന്നാൽ വീണ് കിടക്കുന്ന ആളെ അയാൾക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ സ്വന്തം കഴിവുകൊണ്ട് പറ്റത്തില്ലെങ്കിൽ ആരെങ്കിലും ഒരു കൈ കൊടുത്താൽ ഏറ്റുപോരും. ഇതുപോലെ തന്നെയാണ് മദ്യപാനത്തിൽ നിന്നുള്ള അതൊരു വീഴ്ചയാണ്. അതിലടിപ്പെട്ട് കിടക്കുന്ന ഒരു വ്യക്തിയെ സഹായിക്കാനായിട്ട് ഞാനും എൻ്റെ കുടുംബം നിരന്തരം പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ ആരെങ്കിലും ആഗ്രഹിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളുടെ പ്രാർത്ഥന കൂടുതലായിട്ട്. ഈ ഒരു ശുശ്രൂഷയിൽ ഇനിയും വേറെ ദൂരം മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്. അതിന് ഞങ്ങളെ കേൾക്കുന്ന നിങ്ങളുടെ ഒക്കെ പ്രാർത്ഥന ഞങ്ങൾക്കും ആവശ്യമുണ്ട്. എനിക്കും എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുക. ഇവരെല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണ്. എൻ്റെ നവീകരണാനുഭവത്തിനു മുമ്പും അതിന് ശേഷവും വളരെ കൂട്ടായ്മയിൽ ഞങ്ങളെ ചേർന്ന് പ്രാർത്ഥനയിൽ നിലനിർത്തുന്നത് ഇവരുടെയൊക്കെ സപ്പോർട്ടും പ്രാർത്ഥനയുമാണ്. ഇത് സന്തോഷ് മരിയസദനം എന്നെ നവീകരണത്തിലേക്ക് നയിച്ച ഒരു വ്യക്തി എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹമാണ് ഞങ്ങൾ ഒരുമിച്ച് ഇച്ചിരി മദ്യപിക്കാനൊക്കെ കൂട്ടിക്കൂട്ടി നടന്നതാണ്. പുള്ളിയാണ് ആദ്യം ധ്യാനം കൂടിയിട്ട് വന്നിട്ട് നമുക്കൊരു പ്രയർ ഗ്രൂപ്പ് തുടങ്ങുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പ്രയർ ഗ്രൂപ്പ് ആരംഭിക്കുകയും അങ്ങനെ എല്ലാ ദിവസവും പ്രാർത്ഥന എല്ലാ വീടുകളിലും മാറി മാറി അങ്ങനെയാണ് ഞാനൊരു ശുശ്രൂഷകൻ വരെ ആയത്. അതിനുശേഷം നവീകരണ ധ്യാനത്തിനൊക്കെ പോകാനിടയായത്. അപ്പോൾ സന്തോഷമാണ് എൻ്റെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ നവീകരണത്തിൻ്റെ ഒരു ബേസിക്കായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി. ഇത് ബാബു തൊമ്മനാമറ്റം ഞങ്ങളുടെ കൂട്ടായ്മയിൽ ആദ്യകാലം തൊട്ടുള്ള ആളാണ്. ഏതൊരാവശ്യത്തിനും എപ്പോഴും പ്രാർത്ഥനയിട്ട് സഹായിക്കുകയും അല്ലാതെ ഉള്ള വ്യക്തിപരമായ എൻ്റെ കുടുംബജീവിതത്തിലൊക്കെ ഏത് കാര്യം ഉണ്ടെങ്കിലും വരികയും സഹകരിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നു. ഇത് ദേവസ്യാച്ചൻ ഉള്ളനാടാണ്, ഇവിടെ പ്രവൃത്താൻ ഇടവക്കാരനാണ്. പ്രാർത്ഥനാ ഗ്രൂപ്പിലുള്ളതാണ്. ഞങ്ങൾ മിക്കവാറും എല്ലാ ദിവസവും തന്നെ കൂടുന്നു. അപ്പം ഇവാഞ്ചലൈസേഷൻ്റെ ടീമിലുള്ളതാണ്. ബാബു അതെ, ദേവസ്യാച്ചനും അതെ. ഇനി ഒരാൾ തൊമ്മച്ചൻ എലപ്പലത്തനാൽ പാലാ കത്തീഡ്രൽ ഇടവക്കാരനാണ്. പുള്ളിയും രൂപതയുടെ ഇവാഞ്ചലൈസേഷൻ ടീം പ്രവർത്തിക്കുന്നു. ആദ്യകാലഘട്ടം തൊട്ട് ഞങ്ങളുടെ കൂട്ടായ്മയിലുള്ള ആളാണ്. ഏത് സമയത്തും പ്രാർത്ഥിക്കുകയും എല്ലാവിധത്തിലുള്ള പ്രോത്സാഹനങ്ങൾ നൽകി ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ പേര് മാധുക്കുട്ടി. ഞാൻ പാലാ കത്തീഡ്രൽ ദേവാലയത്തിലെ ദേവാലയ ശുശ്രൂഷകയാണ്. 10-15 വർഷമായി ഞാൻ കുഞ്ഞേട്ടനുമായി പരിചയമുണ്ട്. ഞങ്ങൾ തമ്മിൽ ഒരുമിച്ച് അനേക വീടുകളിൽ കൂടെ പ്രാർത്ഥിക്കാനും പ്രാർത്ഥന സഹായം ഞങ്ങളോട് ചോദിക്കുന്ന വ്യക്തികളുടെ വീടുകളിൽ കൂടി പോയി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ഞങ്ങൾ ചെയ്യാറുണ്ട്. അതുപോലെ എനിക്കൊരു വിഷമം ഉണ്ടാകുമ്പോൾ ഓടി എൻ്റെ അടുത്ത് വരികയും തിരുവചനങ്ങൾ കൊണ്ട് എന്നെ ശക്തിപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്യും. എന്നെ ഇന്നും വഴി നടത്തുന്ന ദൈവത്തിൻ്റെ ശക്തമായ ഒരു കരമാണ് കുഞ്ഞേട്ടൻ. ശാലോം ടി വിയുടെ പ്രേക്ഷകരായ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ ഈ സാക്ഷ്യം ശ്രവിച്ച നിങ്ങളോട് എനിക്കൊരു അപേക്ഷയുണ്ട്. ആരെങ്കിലും മദ്യപിക്കുന്നവരുണ്ടെങ്കിൽ പൂർണ്ണമായും അതിൽ നിന്ന് മോചനം പ്രാപിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. കർത്താവിൻ്റെ സഹായത്താൽ ഞാൻ എൻ്റെ അനുഭവം നിങ്ങളോട് പങ്കുവെച്ചു. മദ്യപിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരു ഗുണവുമില്ല എന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുന്ന നമ്മളോട് ചെയ്യുന്നൊരു ദ്രോഹമാണ്. ദോഷമല്ലാതെ ഒന്നുമില്ല. 100% നമുക്ക് ദോഷം മാത്രമേ ഉള്ളൂ. നമ്മുടെ ആയുസ് കുറയുന്നു, ആരോഗ്യം നശിക്കുന്നു, നമ്മുടെ സമ്പത്ത് നശിക്കുന്നു, കുടുംബം തകരുന്നു, നമ്മുടെ എല്ലാ കഴിവുകളും സിദ്ധികളും നമുക്ക് നഷ്ടപ്പെടുകയാണ്. മാത്രമല്ല ദൈവത്തിൻ്റെ എല്ലാ ചൈതന്യവും ദൈവം നമ്മുടെ കുടുംബത്തിൽ നിന്ന് പടിയിറങ്ങിപ്പോകുന്ന ഒരു വലിയ ഒരു ദൂഷ്യമാണ് മദ്യപാനം. അതുകൊണ്ട് ഈ മദ്യപാനത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും നമ്മളെ മോചനം പ്രാപിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും കർത്താവിൻ്റെ സഹായത്താൽ. അതുകൊണ്ട് ഈ പ്രോഗ്രാം ശ്രവിച്ച എല്ലാവർക്കും ഞാൻ എൻ്റെ പ്രാർത്ഥന ആശംസകൾ നേരുന്നു. നന്ദി. കർത്താവിന് സ്തുതിയായിരിക്കട്ടെ.